എന്ന് മാത്രമല്ല, സഹീഹ് ബുഖാരി വോളിയം 7 ബുക്ക് 70 ഹദീസ് നമ്പർ 577 ഹസ്രത്ത് മുഹമ്മദ് പറയുന്നത്, സൽപ്രവർത്തികൾ കാരണം ആർക്കും പർദീസയിൽ കടക്കുവാൻ കഴിയുകയില്ല. ആദ്യം അദ്ദേഹം പറഞ്ഞു സൽപ്രവൃത്തിയും വിശ്വാസവും. രണ്ടാമത് ഖുർആൻ പറഞ്ഞു അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും. പിന്നെ സഹിയായ ഹദീസ് പറയുന്നു സൽപ്രവർത്തികൾ കാരണം ആർക്കും രക്ഷയില്ല. വീണ്ടും സഹിയായ ഹദീസ് തന്നെ പറയുന്നത് സഹീഹ് മുസ്ലിം ബുക്ക് 37 ഹദീസ് നമ്പർ 6665, 6666, 6668. ഇവിടെ മൂന്നിടത്തും പറയുന്നത് ഓരോ മുസ്ലിമിന് വേണ്ടിയും അള്ളാഹു അന്ന അന്ത്യനാളിൽ ഒരു യഹൂദനെയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ പകരം നരകത്തിലേക്ക് ഇടുമെന്നാണ്. നല്ല മാർഗത്തിലൂടെ ജീവിച്ചിരുന്നതായ യഹൂദനെയോ ക്രിസ്ത്യാനിയോ നരകത്തിലേക്കിട്ടതിന് ശേഷം അവനെ ആർക്ക് പകരമായിട്ട് കൊടുക്കും? സഹീഹ് മുസ്ലിം പറയുന്നത് മുസ്ലിമിന് പകരമായി അള്ളാഹു നരകത്തിലേക്ക് എറിയുന്നത്, അഥവാ ഒരു മദർ തെരേസയെ പിടിച്ച് ഒസ്മാൻ ബിൻ ലാഡന് പകരമായിട്ട് കൊടുക്കുന്ന ഒരു നിയമമാണ് ഇവിടെ കാണുന്നത്. പ്രിയ സ്നേഹിതരെ, ഇനി ഇതെന്തു തന്നെയും ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷ? രക്ഷ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണോ? രക്ഷ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണോ? രക്ഷ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണോ? അതല്ല ഇനി രക്ഷ ക്രിസ്ത്യാനിയെയും യഹൂദനെയും മുസ്ലിമിന് പകരമായി കൊടുക്കുന്ന അള്ളാഹുവിന്റെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷ? നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ വീണ്ടും അള്ളാഹുവിന്റെ രക്ഷാപ്രമാണങ്ങൾ വരുന്നു. സഹീഹ് ബുഖാരി വോളിയം 2 ബുക്ക് 24 ഹദീസ് നമ്പർ 553, സുന്ന അബു ദാവൂദ് ബുക്ക് 40 ഹദീസ് നമ്പർ 4721 പ്രകാരം ഹസ്രത്ത് മുഹമ്മദിന്റെ മധ്യസ്ഥ പ്രാർത്ഥന കാരണമാണ് രക്ഷ. അപ്പോൾ രക്ഷ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ടോട്ടൽ കൺഫ്യൂഷൻ. ഇതിനാണ് പറയുന്നത് ടോട്ടൽ കൺഫ്യൂഷൻ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്കിപ്പോൾ അറിയില്ല. പ്രിയ സ്നേഹിതരെ, ഇതുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഹസ്രത്ത് മുഹമ്മദ് തന്നെ ഒരു പ്രാവശ്യം പറയുകയുണ്ടായി, സൂര 46:9, എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ഖുർആൻ രേഖപ്പെടുത്തുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തന്നെ സംശയമായി, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷ? ഹസ്രത്ത് മുഹമ്മദും പറയുന്നത് എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ എന്ത് ചെയ്യുമെന്ന് എനിക്കും അറിയില്ല എന്ന് മാത്രമല്ല, സഹീഹ് ബുഖാരി വോളിയം 4 ബുക്ക് 51 ഹദീസ് നമ്പർ 16 പ്രകാരം ഹസ്രത്ത് മുഹമ്മദിന്റെ ഏകമകളായ ഫാത്തിമയോട് ഹസ്രത്ത് മുഹമ്മദ് പറയുന്നത്, അല്ലയോ ഫാത്തിമേ, എനിക്ക് നിനക്ക് രക്ഷ നൽകുവാൻ കഴിയില്ല. പ്രിയ സ്നേഹിതരെ, എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ ലോകത്തിനു വേണ്ടി കൊടുത്തു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഇന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, ക്രൂശിൽ കിടന്നുകൊണ്ട് കള്ളനോട് ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കുമെന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന, ഇനിയും ഇത് കേൾക്കുവാനിരിക്കുന്ന എല്ലാ മുസ്ലിം സ്നേഹിതരോടും പറയുവാനുള്ളത്, എൻ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കൂ, നിങ്ങൾക്ക് ഉറപ്പായി രക്ഷയുണ്ട്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചതുമില്ല. ഞങ്ങളുടെ മുഖം ലജ്ജിക്കുവാൻ ഞങ്ങളുടെ ദൈവം ഒരു കാലത്തും ഇടവരുത്തത്തില്ല. ഉറപ്പുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? പ്രിയ മുസ്ലിം സ്നേഹിതരെ,
ഞാൻ ആവർത്തിക്കട്ടെ, ആവർത്തന വിരസത ഉണ്ടായാലും ഞാൻ ആവർത്തിക്കട്ടെ, ഇതൊരു മതസംവാദമായി നിങ്ങൾ കരുതരുത്. ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് മറ്റൊരു മതത്തിലേക്കല്ല. ക്രിസ്തു മതം എന്നൊരു മതമില്ല. മറ്റൊരു ആചാര അനുഷ്ഠാനങ്ങളിലേക്കല്ല ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ ഇന്ന് ക്ഷണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവുമായി ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്കാണ്. ദൈവവുമായി നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാനുള്ള ബന്ധത്തിലേക്കാണ്. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആ ബന്ധം അനുഭവിച്ചറിയുവാൻ സാധിക്കും. വീണ്ടും ഞാൻ അന്ന് പറഞ്ഞു, ഹദീസുകൾ പഠിപ്പിക്കുന്ന പരിച്ഛേദന ദൈവം അബ്രഹാമിന് കൊടുത്ത പരിച്ഛേദനയേ അല്ല. ദൈവം അബ്രഹാമിന് കൊടുത്ത പരിച്ഛേദന പുരുഷ പ്രജയ്ക്ക് മാത്രം 8-ാം നാളിൽ ചെയ്യേണ്ടതായ പരിച്ഛേദനയാണ്. ഹദീസുകൾ പഠിപ്പിക്കുന്ന പരിച്ഛേദന ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതല്ല, മറിച്ച് ഹദീസുകൾ പഠിപ്പിക്കുന്ന പരിച്ഛേദന അന്ന് ജാതികളുടെ ഇടയിൽ നിലനിരുന്നതായ പുരുഷന്മാരെയും സ്ത്രീകളെയും പരിച്ഛേദന ചെയ്യുന്ന പരിച്ഛേദനയാണ്. ഇത് കാണാമെന്നത് സഹീ മുസ്ലിം ബുക്ക് 3 ഹദീസ് നമ്പർ 684, സുന്ന അബു ദാവൂദ് ബുക്ക് 41 ഹദീസ് നമ്പർ 5251. ഇവിടെ സ്ത്രീകളുടെ പരിച്ഛേദനയും പറഞ്ഞിട്ടുണ്ട്. ഇത് ന്യായപ്രമാണത്തിന്റെ പരിച്ഛേദനയല്ല, ഇത് ജാതികളുടെ പരിച്ഛേദനയാണ്. പൗലോസ് ശ്ലീഹ മോശപ്രവാചകൻ പറഞ്ഞ ഹൃദയത്തിന്റെ പരിച്ഛേദന അത് പഠിപ്പിച്ചപ്പോൾ ഹസ്രത്ത് മുഹമ്മദ് പഠിപ്പിച്ചത് ജാതികളുടെ പരിച്ഛേദനയാണ്, അല്ലാതെ ന്യായപ്രമാണത്തിന്റെയോ ക്രിസ്തുവോ അല്ലെങ്കിൽ ബാക്കി ആരോ പഠിപ്പിച്ച പരിച്ഛേദനയേ അല്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഈ മുസ്ലിം പ്രഭാഷകർ ക്രൈസ്തവ അപ്പോസ്തലനെതിരെ ഇത്രയധികം വിമർശിക്കുന്നത്? വീണ്ടും അദ്ദേഹം പറഞ്ഞു, പൗലോസ് ലീഹ പഠിപ്പിച്ചു, കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചു. മത്തായി സുവിശേഷം 18:1 ശിശുക്കൾ നിഷ്കളങ്കരാണ്. എന്നാൽ റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ആദാമ്യ പാപത്തെ പറ്റി കർത്താവ് പഠിപ്പിച്ചതിൽ നിന്ന് വിരോധമായിട്ട് പൗലോസ് ലീഹ പഠിപ്പിച്ചു പോലും. പ്രിയ സ്നേഹിതരെ, ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു നിങ്ങൾ ശിശുക്കളെ പോലെ ആകണമെന്ന് പറഞ്ഞപ്പോൾ മനുഷ്യന്റെ പ്രകൃതിയെ പറ്റി അല്ല അവിടെ പഠിപ്പിച്ചത് ശിശുക്കളിലുള്ളതായ നിഷ്കളങ്ക സ്വഭാവത്തെ പറ്റിയാണ്. ധന്യനായ ശ്ലീഹ തന്നെ ഇത് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 14-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾ തിന്മയ്ക്ക് ശിശുക്കളെ പോലെ ആകണമെന്നാണ്. ചിലർ ശത്രുക്കളായിരിക്കുമെന്ന് പറയുമ്പോൾ വരുവാനിരിക്കുന്ന മനുഷ്യജനത്തെയും നോക്കിക്കൊണ്ടാണ് അല്ലാഹു അത് പറയുന്നത്. സംശയം എന്താണ്? തന്നെയല്ല, സഹീ ബുഖാരി വോളിയം 8 ബുക്ക് 77 ഹദീസ് നമ്പർ 611 പ്രകാരം മോശയും ആദാമും തമ്മിലുള്ളതായ ഒരു സംഭാഷണം കാണാം. അവിടെ മോശ ആദാമിനോട് പറയുന്നത്, ആദാം കാരണമാണ് ഞങ്ങൾ പർദീസയിൽ നിന്ന് തള്ളപ്പെട്ടത്. അപ്പോൾ ആദാം പറയുന്നു, ഞാൻ കാരണമല്ല, ഞാൻ സൃഷ്ടിക്കപ്പെട്ടതിനും 40 വർഷം മുമ്പ് അല്ലാഹു ഇത് മുൻകൂട്ടി എഴുതി വച്ചിരുന്നു. അപ്പോൾ ആരാണ് കാരണക്കാരൻ? ആദാമല്ല, മറിച്ച് അല്ലാഹു ആണ് എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആദാമ്യ പാപമല്ല, സൃഷ്ടിപാപമാണ്, സൃഷ്ടാവിന്റെ പാപമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. എന്ന് മാത്രമല്ല പ്രിയ സ്നേഹിതരെ, സഹീ മുസ്ലിം ബുക്ക് 37 ഹദീസ് നമ്പർ 6620, 6621, 6622 പ്രകാരം സഹീ മുസ്ലിം ഹദീസ് പറയുന്നത്, നിങ്ങൾ പാപം ചെയ്തില്ല എങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങൾ പാപം ചെയ്തില്ല എങ്കിൽ
അല്ലാഹു നിങ്ങളെ തുടച്ചു മാറ്റിയിട്ട് മറ്റൊരു സൃഷ്ടിയെ കൊണ്ടുവരും. പാപം ചെയ്യണമെന്നപ്പം നിർബന്ധമാക്കിയിരിക്കുക. നിങ്ങൾ പാപം ചെയ്തില്ല എങ്കിൽ അല്ലാഹു നിങ്ങളെ തുടച്ചു മാറ്റുമെന്നാണ് സഹീഹ് മുസ്ലിമിൽ പറയുന്നത്. ഇത് ഏത് പ്രവാചകനാണ് മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളത്? ഇത് ന്യായപ്രമാണമാണോ, ഇഞ്ചിലാണോ, തൗറത്താണോ, ഇഞ്ചിലാണോ? ഇത് രണ്ടുമല്ല. ഇതിന്റെ അടിസ്ഥാനം മറ്റേതോ ആത്മാവാണ്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നാൽ 1 കൊരിന്ത്യർ 4:16 പൗലോസ്ലീഹ പറഞ്ഞു, എന്നെ അനുഗമിക്ക എന്ന്. പ്രിയ സ്നേഹിതരെ, 1 കൊരിന്ത്യർ 4:16 വായിച്ചവർ 1 കൊരിന്ത്യർ 4:17 തൊട്ടടുത്ത വാക്യം കൂടി ഒന്ന് വായിക്കേണ്ടിയിരുന്നു. തൊട്ടടുത്ത വാക്യം കൂടെ വായിച്ചായിരുന്നുവെങ്കിൽ പൗലോസ്ലീഹ ഇത് ഏതർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമായിരുന്നു. പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തുവിലുള്ള തിമോത്തിയോസിനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുകയാണ്. കാരണം ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും. പൗലോസ്ലീഹ ക്രിസ്തുവിൻ്റെ വഴികളിൽ നടക്കുന്നത് പോലെ പൗലോസ്ലീഹ ക്രിസ്തുവിന് അനുകാരി ആയിരിക്കുന്നത് പോലെ നമ്മൾ അനുകാരിയായിരിക്കണമെന്നാണ് പറഞ്ഞത്. ഗോസ്പൽ ഓഫ് തോമസ് 7 യേശു പറഞ്ഞു, മനുഷ്യൻ ഭക്ഷിച്ചിട്ട് മനുഷ്യനായി തീരുന്ന സിംഹം ഭാഗ്യവാൻ. മനുഷ്യൻ ഭക്ഷിച്ചിട്ട് മനുഷ്യനായി തീരുന്ന സിംഹം ഭാഗ്യവാൻ. എന്നാൽ സിംഹം ഭക്ഷിക്കുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവിടെ സിംഹം മനുഷ്യനായി തീരും. ഇത് എന്തിന് തള്ളിയെന്നാണ് മുസ്ലിം പ്രഭാഷകർ ചോദിക്കുന്നത്. നിങ്ങൾ ബാക്കിയുള്ള സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതെന്തിന് തള്ളി? വായിച്ചു നോക്കൂ പ്രിയ സ്നേഹിതരെ, അതിനെ ആരും തള്ളിയതല്ല, അത് സ്വയമേ തള്ളപ്പെട്ടതാണ്. ഗോസ്പൽ ഓഫ് തോമസ് 114 ഒന്ന് വായിക്കേ. ശീമോൻ പത്രോസ് യേശുവിനോട് പറയുന്നത്, മേരി നമ്മളെ വിട്ടു പോകട്ടെ, മറിയം നമ്മളെ വിട്ടു പോകട്ടെ, എന്നാൽ സ്ത്രീകൾ ജീവന് യോഗ്യതയുള്ളവരല്ല. ഇതെന്തിന് തള്ളിയെന്നാണ് ഇസ്ലാം പ്രഭാഷകൻ ചോദിക്കുന്നത്. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ അവളെ നയിച്ച് അവളെ പുരുഷനാക്കി തീർക്കും. സ്വയമേ പുരുഷനായി തീരുന്ന ഏത് സ്ത്രീയും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ സഭ അംഗീകരിക്കാതിരുന്നത് എന്ത്? ഇസ്ലാം പ്രഭാഷകന്റെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയണമോ? ആ പുസ്തകങ്ങൾ നിങ്ങൾ ഒരു വട്ടം വായിച്ചു നോക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുകയില്ലായിരുന്നു പ്രിയ സ്നേഹിതരെ. എന്ന് മാത്രമല്ല, ഒരു കൗൺസിലോ ബിഷപ്പുമാരുടെ ഏതെങ്കിലും ഒരു കൗൺസിൽ കൂടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ 27 ഗ്രന്ഥങ്ങൾ പുതിയ നിയമങ്ങളായി സ്വീകരിച്ചത്. ഇത് പരിശുദ്ധാത്മാവ് സഭയെ നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കൗൺസിലും കൂടി ഈ ലിസ്റ്റ് പുറപ്പെടുവിച്ചിട്ടില്ല. ഇത് സഭയെ പരിശുദ്ധാത്മാവ് കർത്താവ് വാഗ്ദാനം ചെയ്ത ഇന്നും സഭയോടുകൂടിയുള്ള പരിശുദ്ധാത്മാവ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സഭ അംഗീകരിച്ചതാണ്. കേന്ദ്രീകൃതമായി ഈ പുസ്തകങ്ങളെ ക്രോഡീകരിച്ചത് ഇസ്ലാമാണ്, ക്രൈസ്തവ വിശ്വാസമല്ല. വീണ്ടും ഇസ്ലാം പ്രഭാഷകൻ ചോദിക്കുന്നത്, യേശുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞൊരു സുവിശേഷമില്ലായിരുന്നോ? അതെവിടെ പോയി? അദ്ദേഹം അതിന് ഉദ്ധരിക്കുന്നത്, യേശു മർക്കോസിന്റെ സുവിശേഷം 1:14 യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അദ്ദേഹം ചോദിക്കുന്നത്, ഇന്ന് മത്തായിയുടെ സുവിശേഷമുണ്ട്, മർക്കോസിന്റെ സുവിശേഷമുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷമുണ്ട്, യോഹനാന്റെ സുവിശേഷമുണ്ട്, എന്നാൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്താണ് നമ്മൾ ഇതിന് ഉത്തരം പറയേണ്ടത്? ക്രൈസ്തവ വിശ്വാസവും അതിനാധാരമായിരിക്കുന്ന പ്രമാണങ്ങളും അല്പം പോലും അറിവില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഈ ചോദ്യങ്ങൾ തന്നെ. കാരണം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ളതാണ് സുവിശേഷം.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യം വരുന്നതിനെ പ്രഖ്യാപിക്കുന്നത് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയെ പ്രഖ്യാപിക്കുന്നത് കൃപയുടെ സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം എഴുതി വച്ചിരിക്കുന്നതാണ്. പരിശുദ്ധാത്മാ നിയോഗത്താൽ ജീവചരിത്രം എഴുതി വച്ചിരിക്കുന്നതാണ് ഈ 4 സുവിശേഷങ്ങൾ. അഥവാ സുവിശേഷത്തിന് വ്യത്യസ്തമായ വ്യത്യസ്തങ്ങളായ തലങ്ങളുണ്ടെങ്കിലും അതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരേ ഒരു സുവിശേഷം മാത്രമാണ്. പ്രിയ സ്നേഹിതരെ, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല ഈ മുസ്ലിം പ്രഭാഷകൻ ഈ ചോദ്യം ചോദിച്ചത്. അദ്ദേഹം മറച്ചു വെക്കുന്നത് ഖുർആൻ പഠിപ്പിക്കുന്ന തെറ്റായ ഒരു ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സൂര 19:30 പറയുന്നത് യേശുക്രിസ്തുവിന് ഏതോ ഒരു ഇഞ്ചിലും യേശുക്രിസ്തുവിന് ഒരു സുവിശേഷം ലഭിച്ചു എന്നാണ്, ഒരു പുസ്തകം ലഭിച്ചു എന്നാണ്. ഖുർആൻ അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് ചരിത്രത്തിലെങ്ങും തെളിവില്ലാത്തതായ കാര്യം ഉണ്ടെന്ന് വരുത്തി തീർക്കുവാനുള്ള വ്യർത്ഥമായ ശ്രമമാണ് ഈ ഇസ്ലാം പ്രഭാഷകൻ ബൈബിളിൽ നിന്ന് പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്ത വാക്യങ്ങളായി ഉദ്ധരിച്ചത്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, പഴയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്? കത്തോലിക്കർക്ക് കുറെ പുസ്തകങ്ങൾ, 6 പുസ്തകങ്ങൾ അധികം, കുറച്ച് പുസ്തകങ്ങൾ അധികം. പ്രൊട്ടസ്റ്റന്റുകാർക്ക് ഇത്ര പുസ്തകങ്ങൾ. പഴയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്? എന്ത് സംശയം എന്താണ്? റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 1-2, റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ 45-ാം വാക്യത്തിൽ പറയുന്നത് ന്യായപ്രമാണം ലഭിച്ചത് അത് യഹൂദനാണ്. ന്യായപ്രമാണം ലഭിച്ചത് യഹൂദനാണെങ്കിൽ യഹൂദനോടല്ലേ നമ്മൾ ചോദിക്കേണ്ടത് എത്ര പുസ്തകമുണ്ടെന്ന്? യഹൂദന്റെ എത്ര പുസ്തകമുണ്ട്? 39 പുസ്തകങ്ങൾ. ഇന്ന് നമ്മുടെ കൈവശം ഇരിക്കുന്നതായ 39 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ യഹൂദന്റെ കയ്യിൽ. അതാ ഞങ്ങളും അംഗീകരിക്കുന്നത്. മാത്രമല്ല ഖുർആനും പറയുന്നത് സൂര 40:53, 45:16-17 പറയുന്നത് തൗറത്ത് ലഭിച്ചത് യഹൂദനാണ് എന്നാണ്. തൗറത്ത് ലഭിച്ചത് യഹൂദനാണെങ്കിൽ ആ ചോദ്യം യഹൂദനോടല്ലേ ചോദിക്കേണ്ടത്? യഹൂദനോട് ചോദിക്കുമ്പോൾ യഹൂദൻ പറയുന്നത് 39 പുസ്തകങ്ങൾ മാത്രം എന്ന് മാത്രമല്ല. പ്രിയ സ്നേഹിതരെ, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 44-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പഴയ നിയമത്തെ 3ആയി വേർതിരിച്ചു. ന്യായപ്രമാണം, പ്രവാചകന്മാർ, സങ്കീർത്തനം. ഈ 3 വേർതിരിവ് എന്ന് പറയുന്നത് 39 പുസ്തകങ്ങൾക്ക് യഹൂദൻ നൽകിയിരിക്കുന്ന വേർതിരിവാണ്. ഈ വേർതിരിവ് കാണിച്ചതോടുകൂടി കർത്താവായ യേശു ക്രിസ്തു പ്രഖ്യാപിച്ചത് ഈ 39 പുസ്തകമാണ് നമ്മുടെ പുസ്തകം. എന്ത് സംശയമാണ് ഇതിനുള്ളത്? ബൈബിൾ ആധാരമായിട്ട് അത് വ്യക്തമായിട്ട് പറയുന്നില്ലയോ? നിങ്ങൾ നിങ്ങളുടെ ഖുർആൻ തന്നെ വായിച്ചു നോക്കിയിരുന്നുവെങ്കിൽ ഈ ചോദ്യം ചോദിക്കുകയില്ലായിരുന്നു. കാരണം യഹൂദനുള്ളത് 39 പുസ്തകമാണ്. ആ പുസ്തകമുള്ള ബൈബിൾ അങ്ങ് മേടിച്ചാൽ, ആ പുസ്തകമുള്ള 39 പുസ്തകമുള്ള ബൈബിൾ അങ്ങ് വായിച്ചാൽ മതി. അദ്ദേഹം വീണ്ടും ചോദിക്കുന്നത് ബൈബിളിൽ തിരുത്തലുകളില്ലയോ? മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 20-ാം വാക്യമുണ്ട്. 21-ാം വാക്യം ചില ബൈബിളിൽ കാണുന്നില്ല. പ്രിയ സ്നേഹിതരെ, പുരാതന മാനുസ്ക്രിപ്റ്റ് അനുസരിച്ച് എല്ലാ യൂണിസെൽ മാനുസ്ക്രിപ്റ്റുകളിലും ആൻഡ് ബി ഒഴികെയുള്ള എല്ലാ യൂണിസെൽ മാനുസ്ക്രിപ്റ്റുകളിലും കർസിവ് മാനുസ്ക്രിപ്റ്റുകളിലും ഈ വാക്യമുണ്ട്. 2 മാനുസ്ക്രിപ്റ്റുകളിൽ കാണാതെ പോയത് കൊണ്ട് മാത്രമാണ് ചില ബൈബിളിൽ നിന്ന് അത് വേണ്ട എന്ന് ഇല്ലാത്തത്. എന്നാൽ ഓൾഡ് ലാറ്റിൻ, കോപ്റ്റിക്, അർമേനിയൻ, ജോർജിയൻ, എത്യോപ്പിക് എന്നുള്ളതായ പുരാതന ബൈബിളുകളിലെല്ലാം ഇന്ന് നമ്മുടെ വേദപുസ്തകത്തിലുള്ള അതേ വാക്യമുണ്ട്. അനേകായിരം മാനുസ്ക്രിപ്റ്റുകൾ ഉള്ളതായ നമ്മുടെ മാനുസ്ക്രിപ്റ്റുകളിൽ 2 മാനുസ്ക്രിപ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഇത് കാണിക്കുവാൻ വേണ്ടി മാത്രം ചില ട്രാൻസ്ലേഷൻ അതില്ല എന്നുള്ളതേ ഉള്ളൂ.
മാത്രമല്ല സഭാപിതാക്കന്മാരായ ടെർട്ടുല്യൻ, ഒർജിയൻ, അംബ്രയോസ്, അത്താനിയസ്, അഗസ്റ്റിൻ ഇവരെല്ലാവരും തന്നെ ഈ വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വാക്യമുണ്ട് അല്ല, ഇനി ആ വാക്യം ഇല്ല എന്ന് തന്നെ അങ്ങ് ചിന്തിക്കാം. മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം 17-21 എന്താ വാക്യം? എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. ആ വാക്യം ഇല്ല, അവിടെ ഇല്ലെന്ന് അങ്ങ് ചിന്തിക്കാം. അതുകൊണ്ട് ആ വാക്യം ബൈബിളിൽ ഇല്ലാതാകുമോ? ഇനിയൊരു വാദത്തിന് വേണ്ടി നമ്മൾ അങ്ങ് വാദിച്ചാൽ തന്നെയും അതേ വാക്യം മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിലുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തില്ല എന്നിനി നമ്മളങ്ങ് വാദത്തിന് വേണ്ടി സമ്മതിച്ചാലും ആ വാക്യം ബൈബിളിലുണ്ട്. ഇതുപോലെ തന്നെയാണ് മർക്കോസിന്റെ സുവിശേഷം 7:15 ഉണ്ട്, 16 എന്ന് പറഞ്ഞു. പ്രിയ സ്നേഹിതരെ, ഞാൻ പറയട്ടെ, അധികം കടക്കാതെ അതേ വാക്യം ഞാൻ വാദത്തിന് വേണ്ടി അങ്ങ് പറയുകയാണ്. ധാരാളം മാനുസ്ക്രിപ്റ്റുകളിലുണ്ട്. എന്നാൽ ഇനി വാദത്തിന് വേണ്ടി നമുക്കങ്ങ് പറയാം ഇല്ല. അതുകൊണ്ട് ആ വാക്യം ബൈബിളിൽ ഇല്ലാതാകുമോ? അതേ വാക്യം, ഇത് വാക്യം കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. അത് 7:16 ഇല്ല എന്ന് നമുക്ക് സമ്മതിക്കാം ഒരു വാദത്തിന് വേണ്ടി. എന്നാൽ അതേ വാക്യം മർക്കോസിന്റെ സുവിശേഷം 4:23 അതുകൊണ്ട് ആ വാക്യം ബൈബിളിൽ ഇല്ലാതാകുമോ? ഒരാവർത്തി ഇല്ലാതായാൽ തന്നെയും ബൈബിളിൽ ആ വാക്യമുണ്ട്. ഇന്ന് ഞാൻ വാദത്തിന് വേണ്ടി അങ്ങ് സമ്മതിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പ്രിയ സ്നേഹിതരെ, ലോകത്തിൽ ഇന്ന് ബൈബിളിനെ വിമർശിക്കുന്ന ഏറ്റവും വലിയ വിമർശകനായ ബാർട്ട് ഹെർമൻ മിസ്കോട്ടിംഗ് ജീസസ് എന്നുള്ള പുസ്തകത്തിലൂടെ പ്രസിദ്ധി നേടിയ ലോകത്തിലെ പണ്ഡിതനും പ്രസിദ്ധനുമായ ബാർട്ട് ഹെർമൻ, ബൈബിളിന്റെ കടുത്ത വിമർശകനായ ബാർട്ട് ഹെർമൻ മിസ്കോട്ടിംഗ് ജീസസിൽ ബൈബിൾ വിശ്വസനീയമല്ല എന്ന് പറഞ്ഞ ബാർട്ട് ഹെർമൻ, അതേ ബാർട്ട് ഹെർമൻ തന്നെ പണ്ഡിതന്മാരുടെ സദസ്സിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ന് ലഭിച്ചിരിക്കുന്ന ബൈബിൾ അത് അതിൻ്റെ ഒറിജിനലോളം വിശ്വസ്തത പുലർത്തുന്നതാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. സൊസൈറ്റി ഓഫ് ബൈബിൾ ലിറ്ററേച്ചർ കോൺഫറൻസിൽ അവതരിപ്പിക്കുകയും പിന്നീട് ജേണൽ ഓഫ് ടെക്സ്ച്വൽ ബിബ്ലിക്കൽ ക്രിറ്റിസിസം 1998 പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ബാർട്ട് ഹെർമന്റെ പണ്ഡിത ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ബൈബിൾ അതിൻ്റെ ഒറിജിനലിനോളം തന്നെ വിശ്വസ്തത പുലർത്തുന്നു എന്നാണ്. അദ്ദേഹം പറയുന്നത് കൂടി വന്നാൽ അവിടെ ഇവിടെയും ചില കോമകൾക്കുള്ള വ്യത്യാസത്തിൽ കൂടുതലല്ലാതെ ഒന്നും ഒറിജിനലുമായി വ്യത്യാസമുണ്ടെന്ന് പോലും നമ്മൾ ചിന്തിക്കണ്ട എന്നാണ്. ബൈബിളിന്റെ കടുത്ത വിമർശകൻ ജനങ്ങളോട് പറയുമ്പോൾ പറയും ബൈബിൾ വിശ്വസനീയമല്ല. ഈ ബാർട്ട് ഹെർമൻ തന്നെ ജനങ്ങളോട് പറയുമ്പോൾ പറയും ബൈബിൾ വിശ്വസനീയമല്ല. എന്നാൽ പണ്ഡിത സദസ്സിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പറയും ബൈബിൾ വിശ്വസനീയമാണ്. കാരണം പണ്ഡിത സദസ്സിൽ അദ്ദേഹം ഇത് പറഞ്ഞാൽ എന്തുണ്ടാവും? പണ്ഡിതന്മാർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യും. പൊതുജനങ്ങളുടെ അടുക്കൽ പറയുമ്പോൾ ചോദ്യം ചെയ്യില്ലല്ലോ. ഇതാണ് ബൈബിൾ വിമർശകൻ, ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബൈബിൾ വിമർശകന്റെ ഗതി. പൊതുജനത്തിൻ്റെ അടുക്കൽ ഒന്നും, പണ്ഡിത സദസ്സിൽ മറ്റൊന്നും. അദ്ദേഹത്തിൻ്റെ ഗതി ഇതാണെങ്കിൽ ഈ ദാവാപ്രാസംഗികരുടെ ഗതി എന്താകും? പറയണ്ടായില്ലല്ലോ. പ്രിയ സ്നേഹിതരെ, ഖുറാന്റെ അവസ്ഥ എന്താണ്? സഹീഹ് ബുഖാരി വോളിയം 6 ബുക്ക് 60 ഹദീസ് നമ്പർ 201 അവിടെ പറയുന്നത് ഖുറാൻ ക്രോഡീകരിക്കേണ്ട സമയത്ത് അവർ പറയുന്നത് ഇത് പ്രവാചകൻ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. മറ്റേത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തതാണ്. ഇത് പ്രവാചകൻ പറയാത്തതാണ് ക്രോഡീകരണം എന്ന് മാത്രമല്ല, സഹീഹ് ബുഖാരി വോളിയം 6 ബുക്ക് 61 ഹദീസ് നമ്പർ 521 പ്രകാരം ഹസ്രത്ത് മുഹമ്മദ് പണ്ഡിതന്മാരെന്ന്, ഖുറാന്റെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ഖുർആൻ ക്രോഡീകരണം നടന്നത്. ഒന്ന്, ഹസ്രത്ത് മുഹമ്മദ് ഏർപ്പെടുത്താത്ത ദൗത്യം, അദ്ദേഹം പണ്ഡിതന്മാരെന്ന് പറഞ്ഞവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളത്. ഇന്ന് ആ ഖുറാനിൽ എല്ലാ ഹസ്രത്ത് മുഹമ്മദിൽ ലഭിച്ച എല്ലാ സൂറകളും അധ്യായങ്ങളും ഉണ്ടോ? സഹീഹ് മുസ്ലിം ബുക്ക് 5 ഹദീസ് നമ്പർ 2286 പറയുന്നത് സൂര 2 തുല്യമായ ഒരു സൂറ നഷ്ടപ്പെട്ടു പോയി എന്നാണ്.
ഇന്നത്തെ ഖുർആൻ അവതരിപ്പിച്ചതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്ന മുസ്ലിം സ്നേഹിതരോട് ഞങ്ങളോട് ചോദിക്കാനുള്ളത്, പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്? ഒരധ്യായം മൊത്തമായിട്ട് അങ്ങ് നഷ്ടപ്പെട്ടെന്ന്. അധ്യായം മാത്രമാണോ നഷ്ടപ്പെട്ടത്? സഹീഹ് ബുഖാരി വോളിയം 8 ബുക്ക് 82 ഹദീസ് നമ്പർ 816 പ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലുവാനുള്ള പ്രമാണം നേരത്തെ ഖുറാനിൽ ഉണ്ടായിരുന്നു, ഇന്ന് ഖുറാനിലില്ല. അധ്യായങ്ങൾ നഷ്ടപ്പെട്ടു, പ്രമാണങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു. ഇതാണ് ഖുറാന്റെ ഗതി. അതുകൊണ്ട് ഇബൻ സാദ് വോളിയം 2 പേജ് 404 പറയുന്നത്, ഇബൻ സാദിൽ ഹസ്രത്ത് മുഹമ്മദ് ഏർപ്പെടുത്തിയതായ പണ്ഡിതൻ പറയുന്നത്, ഇന്നത്തെ ഖുറാന്റെ ചൊല്ല് വെറും വഞ്ചനയാണ്. വെറുതെ പറയുന്നതല്ല, ഇബൻ സാദിന്റെ ഗ്രന്ഥമാണിത്. ഗ്രന്ഥം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇന്നത്തെ ഖുറാന്റെ ചൊല്ലൽ വെറും വഞ്ചനയാണ് എന്ന് ഇസ്ലാമിന്റെ പണ്ഡിതൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും സഹീഹ് ബുഖാരി വോളിയം 6 ബുക്ക് 61 ഹദീസ് നമ്പർ 510 പ്രകാരം ഉസ്മാൻ ഖലീഫായ ഉസ്മാൻ ഖുറാൻ ക്രോഡീകരിച്ച ശേഷം ബാക്കി എല്ലാ ഖുറാനും അങ്ങ് കത്തിച്ചു കളഞ്ഞു. അപ്പൊ കത്തിച്ചു കളഞ്ഞത് ആരാണ്? ക്രൈസ്തവ സഭയാണോ അതോ ഇസ്ലാമാണോ? ഖുറാൻ കത്തിച്ചു കളഞ്ഞു. ഖുറാൻ ഇസ്ലാമിന്റെ ഖലീഫ കത്തിച്ചു കളഞ്ഞു ബാക്കിയുള്ള ഖുറാൻ മുഴുവൻ. ഇന്ന് ഖുറാൻ കത്തിക്കുവാൻ അതിനെ ലാഘവത്തോടു കൂടി കാണുന്ന മുസ്ലിം സ്നേഹിതന്മാരോട് ഞാൻ ചോദിക്കാനുള്ളത്, ഖുറാനിൽ ആയത്തുകളില്ലാത്ത മാറ്റി എഴുതിയതായ ഖുറാനുകൾ നിങ്ങളുടെ കൈവശം തന്നാൽ അതിനെ കത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല. നിങ്ങളത് വളരെ ഗൗരവമായിട്ട് കാണും. കത്തിച്ചാമ്പലാകുന്നത് ഇവിടെയുള്ള കടകളും കത്തിച്ചാമ്പലാകുന്നത് ഇവിടെയുള്ള കാറുകളുമായിരിക്കും. അങ്ങനെ ഒരു സംഭവം നടന്നാൽ, എന്നാൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഖലീഫ അദ്ദേഹം ബാക്കിയുള്ള ഖുറാൻ മുഴുവൻ അങ്ങ് കത്തിച്ചു കളഞ്ഞു. കാരണം എന്താ? കാരണം നമുക്ക് ആലോചിച്ചാൽ പിടികിട്ടാവുന്നതേ ഉള്ളൂ. ഖുറാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ചിരുന്നില്ല. തെളിവ് നശിപ്പിച്ചതാണിത്. പ്രിയ സ്നേഹിതരെ, ഞാൻ പെട്ടെന്ന് അടുത്ത വിഷയത്തിലേക്ക് കടക്കട്ടെ. തൃത്വമാണ് അടുത്ത വിഷയം. അദ്ദേഹം പറയുകയുണ്ടായി, യേശുവിനെയും ആരാധനയും ആരാധിക്കുവാൻ ഞാൻ സൂര 5:116 ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ഖുറാന്റെ തൃത്വം എന്ന് പറയുന്നത് അള്ളാഹുവും യേശുവും മറിയവുമെന്നാണ്. ഇവിടെ മുസ്ലിം പ്രവാചകൻ പറഞ്ഞു അത് തൃത്വമാണെന്ന് അള്ളാഹു അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് തൃത്വമാണെന്ന് പറയുന്നത്? അള്ളാഹു പറഞ്ഞത് യേശുവിനെയും യേശുവിൻ്റെ മാതാവിനെയും ദൈവമായി ആരാധിക്കുവാൻ കൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതല്ലേ തൃത്വം? തൃത്വം എന്ന് പറയുന്നത് ദൈവം. അദ്ദേഹം പറയുന്നത് തൃത്വത്തിൻ്റെ തെറ്റായ സങ്കല്പമാണ് ഖുറാനിലെ തൃത്വത്തിൻ്റെ തെറ്റായ സങ്കല്പമാണ്. അദ്ദേഹം പറയുന്നത് ഇതങ്ങനെയല്ല. മറിയത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ, കർത്താവിൻ്റെ മാതാവായ മറിയത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നമസ്കരിക്കുന്ന ചില ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള വാക്യമാണിത് എന്നുള്ളതാണ്. പ്രിയ സ്നേഹിതരെ, അങ്ങനെയാണെങ്കിൽ വിഗ്രഹാരാധനയെ അള്ളാഹു അങ്ങ് വിമർശിച്ചാൽ പോരായിരുന്നുവോ? എന്തിനാ ഇത് തൃത്വമായി തെറ്റിദ്ധരിക്കണം? തൃത്വമായി തെറ്റിദ്ധരിക്കുക തന്നെയാണ്. കാരണം ഈ സൂര 5:116 വായിക്കുന്നതിന് മുമ്പ് 72-76 വായിച്ചു കഴിഞ്ഞാൽ പറയുന്നത് അള്ളാഹു 3-1 എന്ന് ചോദിച്ചിട്ട് പറയുന്നത് മശിഹ ഒരു ദൂതനും മശിഹയുടെ മാതാവ് ഒരു വിശുദ്ധ സ്ത്രീയും അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ്. അള്ളാഹു 3-1 അതോ തൃത്വമാണോ? ഇസ്ലാമിന്റെ തെറ്റായ സങ്കല്പമാണ്. തൃത്വമാണോ എന്ന് ചോദിച്ചിട്ട് രണ്ടുപേരുടെ പേര് വീണ്ടും അള്ളാഹു പറയുന്നത് ആരുടെയൊക്കെ പേരാണ്? മറിയത്തിൻ്റെയും യേശുവിൻ്റെയും പേരാണ്. അപ്പൊ അള്ളാഹു തൃത്വത്തെ തെറ്റിദ്ധരിച്ചില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഗോസ്പൽ ഓഫ് തോമസ് 7 യേശു പറഞ്ഞു, മനുഷ്യൻ ഭക്ഷിച്ചിട്ട് മനുഷ്യനായി തീരുന്ന സിംഹം ഭാഗ്യവാൻ. മനുഷ്യൻ ഭക്ഷിച്ചിട്ട് മനുഷ്യനായി തീരുന്ന സിംഹം ഭാഗ്യവാൻ. എന്നാൽ സിംഹം ഭക്ഷിക്കുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവിടെ സിംഹം മനുഷ്യനായി തീരും. ഇത് എന്തിന് തള്ളിയെന്നാണ്
മുസ്ലിം പ്രഭാഷകർ ചോദിക്കുന്നത്. നിങ്ങൾ ബാക്കിയുള്ള സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതെന്തിനു തള്ളി? വായിച്ചു നോക്കൂ പ്രിയ സ്നേഹിതരെ, അതിനെ ആരും തള്ളിയതല്ല, അത് സ്വയമേ തള്ളപ്പെട്ടതാണ്. ഗോസ്പൽ ഓഫ് തോമസ് 114 ഒന്ന് വായിക്കേ. ശീമോൻ പത്രോസ് കർത്താവിനോട്, യേശുവിനോട് പറയുന്നത്, മേരി നമ്മളെ വിട്ടു പോകട്ടെ, മറിയം നമ്മളെ വിട്ടു പോകട്ടെ, എന്നാൽ സ്ത്രീകൾ ജീവന് യോഗ്യതയുള്ളവരല്ല. ഇതെന്തിനു തള്ളിയെന്നാണ് ഇസ്ലാം പ്രഭാഷകൻ ചോദിക്കുന്നത്. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ അവളെ നയിച്ച് അവളെ പുരുഷനാക്കി തീർക്കും. സ്വയമേ പുരുഷനായി തീരുന്ന ഏത് സ്ത്രീയും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ സഭ അംഗീകരിക്കാതിരുന്നത് എന്ത്? ഇസ്ലാം പ്രഭാഷകന്റെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയണമോ? ആ പുസ്തകങ്ങൾ നിങ്ങൾ ഒരു വട്ടം വായിച്ചു നോക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുകയില്ലായിരുന്നു പ്രിയ സ്നേഹിതരെ. എന്ന് മാത്രമല്ല, ഒരു കൗൺസിലോ ബിഷപ്പുമാരുടെ ഏതെങ്കിലും ഒരു കൗൺസിൽ കൂടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ 27 ഗ്രന്ഥങ്ങൾ പുതിയ നിയമങ്ങളായി സ്വീകരിച്ചത്. ഇത് പരിശുദ്ധാത്മാവ് സഭയെ നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കൗൺസിലും കൂടി ഈ ലിസ്റ്റ് പുറപ്പെടുവിച്ചിട്ടില്ല. ഇത് സഭയെ പരിശുദ്ധാത്മാവ് കർത്താവ് വാഗ്ദാനം ചെയ്ത, ഇന്നും സഭയോടുകൂടിയുള്ള പരിശുദ്ധാത്മാവ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സഭ അംഗീകരിച്ചതാണ്. കേന്ദ്രീകൃതമായി ഈ പുസ്തകങ്ങളെ ക്രോഡീകരിച്ചത് ഇസ്ലാമാണ്, ക്രൈസ്തവ വിശ്വാസമല്ല. വീണ്ടും ഇസ്ലാം പ്രഭാഷകൻ ചോദിക്കുന്നത്, യേശുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞൊരു സുവിശേഷമില്ലായിരുന്നോ? അതെവിടെ പോയി? അദ്ദേഹം അതിന് ഉദ്ധരിക്കുന്നത്, യേശു മർക്കോസിന്റെ സുവിശേഷം 1:14, യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അദ്ദേഹം ചോദിക്കുന്നത്, ഇന്ന് മത്തായിയുടെ സുവിശേഷമുണ്ട്, മർക്കോസിന്റെ സുവിശേഷമുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷമുണ്ട്, യോഹനാന്റെ സുവിശേഷമുണ്ട്, എന്നാൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്താണ് നമ്മൾ ഇതിന് ഉത്തരം പറയേണ്ടത്? ക്രൈസ്തവ വിശ്വാസവും അതിനാധാരമായിരിക്കുന്ന പ്രമാണങ്ങളും അല്പം പോലും അറിവില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഈ ചോദ്യങ്ങൾ തന്നെ. കാരണം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ളതാണ് സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യം വരുന്നതിനെ പ്രഖ്യാപിക്കുന്നത് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയെ പ്രഖ്യാപിക്കുന്നത് കൃപയുടെ സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം എഴുതി വച്ചിരിക്കുന്നതാണ്, പരിശുദ്ധാത്മാ നിയോഗത്താൽ ജീവചരിത്രം എഴുതി വച്ചിരിക്കുന്നതാണ് ഈ 4 സുവിശേഷങ്ങൾ. അഥവാ സുവിശേഷത്തിന് വ്യത്യസ്തമായ വ്യത്യസ്തങ്ങളായ തലങ്ങളുണ്ടെങ്കിലും അതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരേ ഒരു സുവിശേഷം മാത്രമാണ്. പ്രിയ സ്നേഹിതരെ, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല ഈ മുസ്ലിം പ്രഭാഷകന് ഈ ചോദ്യം ചോദിച്ചത്. അദ്ദേഹം മറച്ചു വെക്കുന്നത് ഖുർആൻ പഠിപ്പിക്കുന്ന തെറ്റായ ഒരു ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സൂര 19:30 പറയുന്നത്, യേശുക്രിസ്തുവിന് ഏതോ ഒരു ഇഞ്ചിലും യേശുക്രിസ്തുവിന് ഒരു സുവിശേഷം ലഭിച്ചു എന്നാണ്, ഒരു പുസ്തകം ലഭിച്ചു എന്നാണ്. ഖുർആൻ അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് ചരിത്രത്തിലെങ്ങും തെളിവില്ലാത്തതായ കാര്യം ഉണ്ടെന്ന് വരുത്തി തീർക്കുവാനുള്ള വ്യർത്ഥമായ ശ്രമമാണ് ഈ ഇസ്ലാം പ്രഭാഷകൻ ബൈബിളിൽ നിന്ന് അടർത്തിയെടുത്ത്, പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്ത വാക്യങ്ങളായി ഉദ്ധരിച്ചത്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, പഴയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്? കത്തോലിക്കർക്ക് കുറേ പുസ്തകങ്ങൾ, 6 പുസ്തകങ്ങൾ അധികം, കുറച്ച് പുസ്തകങ്ങൾ അധികം, പ്രൊട്ടസ്റ്റന്റുകാർക്ക് ഇത്ര പുസ്തകങ്ങൾ, പഴയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്? എന്ത് സംശയം? സംശയം എന്താണ്? റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-2, റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 45-ാം വാക്യത്തിൽ പറയുന്നത്, ന്യായപ്രമാണം ലഭിച്ചത് അത് യഹൂദനാണ്. ന്യായപ്രമാണം ലഭിച്ചത് യഹൂദനാണെങ്കിൽ യഹൂദനോടല്ലേ നമ്മൾ ചോദിക്കേണ്ടത് എത്ര പുസ്തകമുണ്ടെന്ന്? യഹൂദൻ്റെ എത്ര പുസ്തകമുണ്ട്? 39 പുസ്തകങ്ങൾ.
ഇന്ന് നമ്മുടെ കൈവശം ഇരിക്കുന്നതായ 39 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ യഹൂദന്റെ കയ്യിൽ. അതാ ഞങ്ങളും അംഗീകരിക്കുന്നത്. മാത്രമല്ല ഖുറാനും പറയുന്നത് സൂറ 40:53, 45:16-17 പറയുന്നത് തൗറത്ത് ലഭിച്ചത് യഹൂദനാണ് എന്നാണ്. തൗറത്ത് ലഭിച്ചത് യഹൂദനാണെങ്കിൽ ആ ചോദ്യം യഹൂദനോടല്ലേ ചോദിക്കേണ്ടത്? യഹൂദനോട് ചോദിക്കുമ്പോൾ യഹൂദൻ പറയുന്നത് 39 പുസ്തകങ്ങൾ മാത്രം എന്ന് മാത്രമല്ല പ്രിയ സ്നേഹിതരെ, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 44-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പഴയ നിയമത്തെ 3ആയി വേർതിരിച്ചു. ന്യായപ്രമാണം, പ്രവാചകന്മാർ, സങ്കീർത്തനം. ഈ 3 വേർതിരിവ് എന്ന് പറയുന്നത് 39 പുസ്തകങ്ങൾക്ക് യഹൂദൻ നൽകിയിരിക്കുന്ന വേർതിരിവാണ്. ഈ വേർതിരിവ് കാണിച്ചതോടുകൂടി കർത്താവായ യേശുക്രിസ്തു പ്രഖ്യാപിച്ചത് ഈ 39 പുസ്തകമാണ് നമ്മുടെ പുസ്തകം. എന്ത് സംശയമാണ് ഇതിനുള്ളത്? ബൈബിൾ ആധാരമായിട്ട് അത് വ്യക്തമായിട്ട് പറയുന്നില്ലയോ? നിങ്ങൾ നിങ്ങളുടെ ഖുറാൻ തന്നെ വായിച്ചു നോക്കിയിരുന്നുവെങ്കിൽ ഈ ചോദ്യം ചോദിക്കുകയില്ലായിരുന്നു. കാരണം യഹൂദനുള്ളത് 39 പുസ്തകമാണ്. ആ പുസ്തകമുള്ള ബൈബിൾ അങ്ങ് മേടിച്ചാൽ, ആ പുസ്തകമുള്ള 39 പുസ്തകമുള്ള ബൈബിൾ അങ്ങ് വായിച്ചാൽ മതി. അദ്ദേഹം വീണ്ടും ചോദിക്കുന്നത് ബൈബിളിൽ തിരുത്തലുകളില്ലയോ? മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 20-ാം വാക്യമുണ്ട്. 21-ാം വാക്യം ചില ബൈബിളിൽ കാണുന്നില്ല. പ്രിയ സ്നേഹിതരെ, പുരാതന മാനുസ്ക്രിപ്റ്റ് അനുസരിച്ച് എല്ലാ യൂണിസെൽ മാനുസ്ക്രിപ്റ്റുകളിലും ആൻഡ് ബി ഒഴികെയുള്ള എല്ലാ യൂണിസെൽ മാനുസ്ക്രിപ്റ്റുകളിലും കർസിവ് മാനുസ്ക്രിപ്റ്റുകളിലും ഈ വാക്യമുണ്ട്. 2 മാനുസ്ക്രിപ്റ്റുകളിൽ കാണാതെ പോയത് കൊണ്ട് മാത്രമാണ് ചില ബൈബിളിൽ നിന്ന് അത് വേണ്ട എന്ന് ഇല്ലാത്തത്. എന്നാൽ ഓൾഡ് ലാറ്റിൻ, കോപ്റ്റിക്, അർമേനിയൻ, ജോർജിയൻ, എത്യോപ്പിക് എന്നുള്ളതായ പുരാതന ബൈബിളുകളിലെല്ലാം ഇന്ന് നമ്മുടെ വേദപുസ്തകത്തിലുള്ള അതേ വാക്യമുണ്ട്. അനേകായിരം മാനുസ്ക്രിപ്റ്റുകൾ ഉള്ളതായ നമ്മുടെ മാനുസ്ക്രിപ്റ്റുകളിൽ 2 മാനുസ്ക്രിപ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഇത് കാണിക്കുവാൻ വേണ്ടി മാത്രം ചില ട്രാൻസ്ലേഷൻ അതില്ല എന്നുള്ളതേ ഉള്ളൂ. മാത്രമല്ല സഭാപിതാക്കന്മാരായ ടെർട്ടുല്യൻ, ഒറിജിൻ, അംബ്രയോസ്, അത്താനിയസ്, അഗസ്റ്റിൻ ഇവരെല്ലാവരും തന്നെ ഈ വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വാക്യമുണ്ട് അല്ല, ഇനി ആ വാക്യം ഇല്ല എന്ന് തന്നെ അങ്ങ് ചിന്തിക്കാം. മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം 17-21 എന്താ വാക്യം? എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. ആ വാക്യം ഇല്ല, അവിടെ ഇല്ലെന്ന് അങ്ങ് ചിന്തിക്കാം. അതുകൊണ്ട് ആ വാക്യം ബൈബിളിൽ ഇല്ലാതാകുമോ? ഇനിയൊരു വാദത്തിന് വേണ്ടി നമ്മൾ അങ്ങ് വാദിച്ചാൽ തന്നെയും അതേ വാക്യം മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിലുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തില്ല എന്നിനി നമ്മളെങ്കിൽ വാദത്തിന് വേണ്ടി സമ്മതിച്ചാലും ആ വാക്യം ബൈബിളിലുണ്ട്. ഇതുപോലെ തന്നെയാണ് മർക്കോസിന്റെ സുവിശേഷം 7:15 ഉണ്ട്, 16 എന്ന് പറഞ്ഞു. പ്രിയ സ്നേഹിതരെ, ഞാൻ പറയട്ടെ, അധികം കടക്കാതെ അതേ വാക്യം ഞാൻ വാദത്തിന് വേണ്ടി അങ്ങ് പറയുകയാണ്. ധാരാളം മാനുസ്ക്രിപ്റ്റുകളിലുണ്ട്. എന്നാൽ ഇനി വാദത്തിന് വേണ്ടി നമുക്കങ്ങ് പറയാം ഇല്ല. അതുകൊണ്ട് ആ വാക്യം ബൈബിളിൽ ഇല്ലാതാകുമോ? അതേ വാക്യം, ഇത് വാക്യം കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. അത് 7:16 ഇല്ല എന്ന് നമുക്ക് സമ്മതിക്കാം ഒരു വാദത്തിന് വേണ്ടി. എന്നാൽ അതേ വാക്യം മർക്കോസിന്റെ സുവിശേഷം 4:23 അതുകൊണ്ട് ആ വാക്യം ബൈബിളിൽ ഇല്ലാതാകുമോ? ഒരാവർത്തി ഇല്ലാതായാൽ തന്നെയും ബൈബിളിൽ ആ വാക്യമുണ്ട്. ഇന്ന് ഞാൻ വാദത്തിന് വേണ്ടി അങ്ങ് സമ്മതിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പ്രിയ സ്നേഹിതരെ, ലോകത്തിൽ ഇന്ന് ബൈബിളിനെ വിമർശിക്കുന്ന ഏറ്റവും വലിയ വിമർശകനായ ബാർട്ട് ഹെർമൻ മിസ്കോട്ടിംഗ് ജീസസ് എന്നുള്ള പുസ്തകത്തിലൂടെ പ്രസിദ്ധി നേടിയ ലോകത്തിലെ പണ്ഡിതനും പ്രസിദ്ധനുമായ ബാർട്ട് ഹെർമൻ, ബൈബിളിന്റെ കടുത്ത വിമർശകനായ ബാർട്ട് ഹെർമൻ മിസ്കോട്ടിംഗ് ജീസസിൽ ബൈബിൾ വിശ്വസനീയമല്ല എന്ന് പറഞ്ഞ ബാർട്ട് ഹെർമൻ, അതേ ബാർട്ട് ഹെർമൻ തന്നെ പണ്ഡിതന്മാരുടെ സദസ്സിൽ ചെല്ലുമ്പോൾ
അദ്ദേഹം പറയുന്നത് ഇന്ന് ലഭിച്ചിരിക്കുന്ന ബൈബിൾ അതിൻ്റെ ഒറിജിനലോളം വിശ്വസ്തത പുലർത്തുന്നതാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. സൊസൈറ്റി ഓഫ് ബൈബിൾ ലിറ്ററേച്ചർ കോൺഫറൻസിൽ അവതരിപ്പിക്കുകയും പിന്നീട് ജേണൽ ഓഫ് ടെക്സ്ച്വൽ ബിബിളിക്കൽ ക്രിറ്റിസിസം 1998 പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ബാർട്ട് എർമന്റെ പണ്ഡിത ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ബൈബിൾ അതിൻ്റെ ഒറിജിനലിനോളം തന്നെ വിശ്വസ്തത പുലർത്തുന്നു എന്നാണ്. അദ്ദേഹം പറയുന്നത് കൂടി വന്നാൽ അവിടെ ഇവിടെയും ചില കോമകൾക്കുള്ള വ്യത്യാസത്തിൽ കൂടുതലല്ലാതെ ഒന്നും ഒറിജിനലുമായി വ്യത്യാസമുണ്ടെന്ന് പോലും നമ്മൾ ചിന്തിക്കണ്ട എന്നാണ്. ബൈബിളിന്റെ കടുത്ത വിമർശകൻ ജനങ്ങളോട് പറയും ബൈബിൾ വിശ്വസനീയമല്ല. ഈ ബാർട്ടൻ എർമൻ തന്നെ ജനങ്ങളോട് പറയും ബൈബിൾ വിശ്വസനീയമല്ല. എന്നാൽ പണ്ഡിത സദസ്സിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പറയും ബൈബിൾ വിശ്വസനീയമാണ്. കാരണം പണ്ഡിത സദസ്സിൽ അദ്ദേഹം ഇത് പറഞ്ഞാൽ എന്തുണ്ടാവും? പണ്ഡിതന്മാർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യും. പൊതുജനങ്ങളുടെ അടുക്കൽ പറയുമ്പോൾ ചോദ്യം ചെയ്യില്ലല്ലോ. ഇതാണ് ബൈബിൾ വിമർശകൻ, ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബൈബിൾ വിമർശകന്റെ ഗതി. പൊതുജനത്തിൻ്റെ അടുക്കൽ ഒന്നും, പണ്ഡിത സദസ്സിൽ മറ്റൊന്നും. അദ്ദേഹത്തിൻ്റെ ഗതി ഇതാണെങ്കിൽ ഈ ദാവാപ്രാസംഗികരുടെ ഗതി എന്താകും? പറയണ്ടായില്ലല്ലോ. പ്രിയ സ്നേഹിതരെ, ഖുറാന്റെ അവസ്ഥ എന്താണ്? സഹീഹ് ബുഖാരി വോളിയം 6 ബുക്ക് 60 ഹദീസ് നമ്പർ 201. അവിടെ പറയുന്നത് ഖുറാൻ ക്രോഡീകരിക്കേണ്ട സമയത്ത് അവർ പറയുന്നത് ഇത് പ്രവാചകൻ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. മറ്റേത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തതാണ്. ഇത് പ്രവാചകൻ പറയാത്തതാണ് ക്രോഡീകരണം എന്ന് മാത്രമല്ല, സഹീഹ് ബുഖാരി വോളിയം 6 ബുക്ക് 61 ഹദീസ് നമ്പർ 521 പ്രകാരം ഹസ്രത്ത് മുഹമ്മദ് പണ്ഡിതന്മാരെന്ന്, ഖുറാന്റെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ഖുർആൻ ക്രോഡീകരണം നടന്നത്. ഹസ്രത്ത് മുഹമ്മദ് ഏർപ്പെടുത്താത്ത ദൗത്യം, അദ്ദേഹം പണ്ഡിതന്മാരെന്ന് പറഞ്ഞവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളത്. ഇന്ന് ആ ഖുറാനിൽ എല്ലാ ഹസ്രത്ത് മുഹമ്മദിൽ ലഭിച്ച എല്ലാ സൂറകളും അധ്യായങ്ങളും ഉണ്ടോ? സഹീഹ് മുസ്ലിം ബുക്ക് 5 ഹദീസ് നമ്പർ 2286 പറയുന്നത് സൂറ 2 തുല്യമായ ഒരു സൂറ നഷ്ടപ്പെട്ടു പോയി എന്നാണ്. ഇന്നത്തെ ഖുറാൻ അവതരിപ്പിച്ചതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്ന മുസ്ലിം സ്നേഹിതരോട് ഞങ്ങളോട് ചോദിക്കാനുള്ളത്, പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്? ഒരധ്യായം മൊത്തമായിട്ട് അങ്ങ് നഷ്ടപ്പെട്ടെന്ന്. അധ്യായം മാത്രമാണോ നഷ്ടപ്പെട്ടത്? സഹീഹ് ബുഖാരി വോളിയം 8 ബുക്ക് 82 ഹദീസ് നമ്പർ 816 പ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലുവാനുള്ള പ്രമാണം നേരത്തെ ഖുറാനിൽ ഉണ്ടായിരുന്നു, ഇന്ന് ഖുറാനിലില്ല. അധ്യായങ്ങൾ നഷ്ടപ്പെട്ടു, പ്രമാണങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു. ഇതാണ് ഖുറാന്റെ ഗതി. അതുകൊണ്ട് ഇബൻ സാദ് വോളിയം 2 പേജ് 404 പറയുന്നത്, ഇബൻ സാദിൽ ഹസ്രത്ത് മുഹമ്മദ് ഏർപ്പെടുത്തിയതായ പണ്ഡിതൻ പറയുന്നത് ഇന്നത്തെ ഖുറാന്റെ ചൊല്ല് വെറും വഞ്ചനയാണ്. വെറുതെ പറയുന്നതല്ല, ഇബൻ സാദിന്റെ ഗ്രന്ഥമാണിത്. ഗ്രന്ഥം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇന്നത്തെ ഖുറാന്റെ ചൊല്ലൽ വെറും വഞ്ചനയാണ് എന്ന് ഇസ്ലാമിന്റെ പണ്ഡിതൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും സഹീഹ് ബുഖാരി വോളിയം 6 ബുക്ക് 61 ഹദീസ് നമ്പർ 510 പ്രകാരം ഉസ്മാൻ, ഖലീഫായ ഉസ്മാൻ ഖുറാൻ ക്രോഡീകരിച്ച ശേഷം ബാക്കി എല്ലാ ഖുറാനും അങ്ങ് കത്തിച്ചു കളഞ്ഞു. അപ്പൊ കത്തിച്ചു കളഞ്ഞത് ആരാണ്? ക്രൈസ്തവ സഭയാണോ അതോ ഇസ്ലാമാണോ? ഖുറാൻ കത്തിച്ചു കളഞ്ഞു. ഖുറാൻ ഇസ്ലാമിന്റെ ഖലീഫ കത്തിച്ചു കളഞ്ഞു ബാക്കിയുള്ള ഖുറാൻ മുഴുവൻ. ഇന്ന് ഖുറാൻ കത്തിക്കുവാൻ അതിനെ ലാഘവത്തോടു കൂടി കാണുന്ന മുസ്ലിം സ്നേഹിതന്മാരോട് ഞാൻ ചോദിക്കാനുള്ളത്, ഖുറാനിൽ ആയത്തുകളില്ലാത്ത മാറ്റി എഴുതിയതായ ഖുറാനുകൾ നിങ്ങളുടെ കൈവശം തന്നാൽ അതിനെ കത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല. നിങ്ങളത് വളരെ ഗൗരവമായിട്ട് കാണും. കത്തിച്ചാമ്പലാകുന്നത് ഇവിടെയുള്ള കടകളും, കത്തിച്ചാമ്പലാകുന്നത് ഇവിടെയുള്ള കാറുകളുമായിരിക്കും.
അങ്ങനെ ഒരു സംഭവം നടന്നാൽ, എന്നാൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഖലീഫ അദ്ദേഹം ബാക്കിയുള്ള ഖുർആൻ മുഴുവൻ അങ്ങ് കത്തിച്ച് കളഞ്ഞു. കാരണം എന്താ? കാരണം നമുക്ക് ആലോചിച്ചാൽ പിടികിട്ടാവുന്നതേ ഉള്ളൂ. ഖുർആൻ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ചിരുന്നില്ല. തെളിവ് നശിപ്പിച്ചതാണിത്. പ്രിയ സ്നേഹിതരെ, ഞാൻ പെട്ടെന്ന് അടുത്ത വിഷയത്തിലേക്ക് കടക്കട്ടെ. തൃത്വമാണ് അടുത്ത വിഷയം. അദ്ദേഹം പറയുകയുണ്ടായി, യേശുവിനെയും ആരാധനയും ആരാധിക്കുവാൻ ഞാൻ സൂര 5:116 ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ഖുർആന്റെ തൃത്വം എന്ന് പറയുന്നത് അള്ളാഹുവും യേശുവും മറിയവുമാണ്. ഇവിടെ മുസ്ലിം പ്രവാചകൻ പറഞ്ഞു അത് തൃത്വമാണെന്ന് അള്ളാഹു അവിടെ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് തൃത്വമാണെന്ന് പറയുന്നത്? അള്ളാഹു പറഞ്ഞത് യേശുവിനെയും യേശുവിൻ്റെ മാതാവിനെയും ദൈവമായി ആരാധിക്കുവാൻ കൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതല്ലേ തൃത്വം? തൃത്വം എന്ന് പറയുന്നത് ദൈവം. അദ്ദേഹം പറയുന്നത് തൃത്വത്തിൻ്റെ തെറ്റായ സങ്കല്പമാണ് ഖുറാനിലെ തൃത്വത്തിൻ്റെ തെറ്റായ സങ്കല്പമാണ്. അദ്ദേഹം പറയുന്നത് ഇതങ്ങനെയല്ല. മറിയത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ, കർത്താവിൻ്റെ മാതാവായ മറിയത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നമസ്കരിക്കുന്ന ചില ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള വാക്യമാണിത് എന്നുള്ളതാണ്. പ്രിയ സ്നേഹിതരെ, അങ്ങനെയാണെങ്കിൽ വിഗ്രഹാരാധനയെ അള്ളാഹു അങ്ങ് വിമർശിച്ചാൽ പോരായിരുന്നുവോ? എന്തിനാ ഇത് തൃത്വമായി തെറ്റിദ്ധരിക്കണം? തൃത്വമായി തെറ്റിദ്ധരിക്കുക തന്നെയാണ്. കാരണം ഈ സൂര 5:116 വായിക്കുന്നതിന് മുമ്പ് 72-76 വായിച്ചു കഴിഞ്ഞാൽ പറയുന്നത് അള്ളാഹു 3-1 എന്ന് ചോദിച്ചിട്ട് പറയുന്നത് മശിഹ ഒരു ദൂതനും മശിഹയുടെ മാതാവ് ഒരു വിശുദ്ധ സ്ത്രീയും അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ്. അള്ളാഹു 3-1 അതോ തൃത്വമാണോ? ഇസ്ലാമിൻ്റെ തെറ്റായ സങ്കല്പമാണ്. തൃത്വമാണോ എന്ന് ചോദിച്ചിട്ട് രണ്ടുപേരുടെ പേര് വീണ്ടും അള്ളാഹു പറയുന്നത് ആരുടെയൊക്കെ പേരാണ്? മറിയത്തിൻ്റെയും യേശുവിൻ്റെയും പേരാണ്. അപ്പൊ അള്ളാഹു തൃത്വത്തെ തെറ്റിദ്ധരിച്ചില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? യേശുവിൻ്റെ അത്ഭുതങ്ങളെ പറ്റിയാണ് വീണ്ടും അവർ ചോദിച്ചത്. അവർ ചോദിച്ചു, യേശു തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞത് മിത്താണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ബൈബിളിൽ യേശുവിൻ്റെ എല്ലാ കഥകളും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വാദം നിങ്ങൾക്കുണ്ടോ? ഇല്ല എങ്കിൽ ഖുർആൻ അങ്ങനെ പറയാത്തൊരു വാദം, ഒരു കഥ മുന്നോട്ട് വെക്കുമ്പോൾ അത് മിത്താണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? നല്ലൊരു ചോദ്യമാണിത്. ബൈബിളിൽ യേശുവിൻ്റെ എല്ലാ കഥകളും പറഞ്ഞിട്ടുണ്ട്, എല്ലാ സംഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള അവകാശവാദം ഞങ്ങൾക്കില്ല. എന്നാൽ ചോദ്യം വിശുദ്ധ ബൈബിളിനോടാകുമ്പോൾ ഉത്തരം കൃത്യമായി പ്രതീക്ഷിച്ചോളണം. കൃത്യമായി യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നത് അടയാളങ്ങളുടെ ആരംഭമായി യേശു ഇത് ചെയ്തു. അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ വെള്ളം വീഞ്ഞാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ അടയാളത്തിന്, ആ അത്ഭുതത്തിന് മുമ്പ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നതായ അത്ഭുതം മിത്താണ് എന്ന് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇനിയും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലും പറയുവാൻ സാധിക്കും. കാരണം എന്താണ്? ഇതിവർക്ക് ഏത് പുസ്തകത്തിൽ നിന്നാണ് കിട്ടിയേക്കുന്നത്? അദ്ദേഹം The Gospel of Arabic Infancy of Gospel of ജീസസ് അത് വരുന്നത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. ഗോസ്പൽ ഓഫ് ജെയിംസ് അത് വരുന്നത് 2-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അത് രണ്ടും നോസ്റ്റിക് ഗോസ്പലുകളാണ്. ഈ നോസ്റ്റിക്കുകൾ എന്ന് പറഞ്ഞാൽ ചരിത്രത്തോട് യാതൊരു ബന്ധവും, ചരിത്രത്തോട് യാതൊരു സ്നേഹവും ബഹുമാനവും പുലർത്താത്തവരാണ്. അങ്ങനെയുള്ളതായ ഗ്രന്ഥങ്ങളിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് എഴുതപ്പെട്ടതായ ഒരു കഥ മിത്താണെന്ന് ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലും പറയുവാനായിട്ട് സാധിക്കും. മറ്റൊരത്ഭുതം, കാനാവിലെ വെള്ളം വീഞ്ഞാക്കിയത്. അവിടെ വീഞ്ഞ് മദ്യമാണ് എന്ന് ജനാബ് MM അക്ബർ മൗലവി ആരോപിച്ചപ്പോൾ അത് മദ്യമല്ല, ലഹരി അല്പം പോലും ഇല്ലാത്ത മുന്തിരിച്ചാറിന്റെ കാര്യമാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷം 2:10 അവിടെ
വാഴി എങ്ങനെയാണ് പറയുന്നത്? എല്ലാവരും ലഹരി പിടിച്ചതിന് ശേഷം നല്ല വീഞ്ഞ് കൊടുക്കുന്നത്. എങ്ങനെ എല്ലാവരും ലഹരി പിടിക്കുന്നതിന് മുമ്പല്ലേ നല്ല വീഞ്ഞ് കൊടുക്കുന്നത്? ലഹരി പിടിച്ചതിന് ശേഷമല്ലല്ലോ. ബൈബിൾ തന്നെ പറയുന്നത് ലഹരി പിടിച്ചതിന് ശേഷമെന്നല്ലേ. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത് അത് ലഹരിയില്ലാത്ത വീഞ്ഞാണ് എന്നുള്ളതാണ്? ശരിയാണ്, ചില ബൈബിൾ തർജ്ജമകളിൽ ലഹരി എന്നാണ് ആ പദത്തിന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഗ്രീക്കിൽ അവിടെ മെത്തുവോ എന്ന ഗ്രീക്ക് പദം, ഇതേ പദം തന്നെ സെപ്റ്റിജന്റിൽ യഹൂദന്മാർ പഴയ നിയമം ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത സെപ്റ്റിജന്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതേ പദം തന്നെ അവിടെ ഉപയോഗിക്കുമ്പോൾ, അഥവാ ഞാൻ ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 43:34 ഇതേ പദം തന്നെ ഉപയോഗിക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം ധാരാളമായി പാനം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ലഹരി പിടിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ആ പദം ഉൽപ്പത്തി പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പദത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. എന്താണ്? ധാരാളമായി പാനം ചെയ്യുക. ഇതുകൊണ്ടാണ് RSV തർജിമയിൽ ഇന്ന് അത് തർജിമ ചെയ്തിരിക്കുന്നത് ധാരാളമായി പാനം ചെയ്യുക എന്നുള്ളതാണ്. RSV തർജിമയിൽ ഇന്ന് തർജിമ ചെയ്തിരിക്കുന്നത് ലഹരി പിടിക്കുക എന്നുള്ളതല്ല. അത് വിവർത്തനത്തിൽ പറ്റിയ ഒരു പിശകാണ്. ആ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം, ആ പശ്ചാത്തലത്തിലുള്ള അർത്ഥം ധാരാളമായി പാനം ചെയ്യുക എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയുകയുണ്ടായി, നല്ല വീഞ്ഞ് എന്ന ഗ്രീക്ക് പണ്ഡിതന്മാരുടെയും നല്ല വീഞ്ഞ് എന്നുള്ളത് വാക്ക് യഹൂദ പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ ലഹരി അല്പം പോലും ഇല്ലാത്തതായ വീഞ്ഞിനെയാണ് അവർ നല്ല വീഞ്ഞ് എന്ന് പറഞ്ഞിരുന്നത്. കർത്താവ് ഉണ്ടാക്കിയത് നല്ല വീഞ്ഞാണ്, ലഹരി അല്പം പോലും ഇല്ലാത്ത മുന്തിരിച്ചാറാണ്. മാത്രമല്ല പ്രിയ സ്നേഹിതരെ, 1-ാം നൂറ്റാണ്ടിലെ യഹൂദന്മാർ അവരുടെ വിഭാഗത്തിൽ ഒരിക്കലും ലഹരിയുള്ള വീഞ്ഞുകൾ ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ട് സാംസ്കാരിക പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലും അത് ലഹരിയില്ലാത്തതായ വീഞ്ഞ് മാത്രമാണ്. വാക്കിൽ സെപ്റ്റിജന്റ് ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രീക്ക് തത്വചിന്തകർ, ഗ്രീക്ക് പണ്ഡിതന്മാർ അക്കാലത്ത് നല്ല വീഞ്ഞിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥത്തിൽ, സാംസ്കാരിക പശ്ചാത്തലത്തിൻ്റെ അർത്ഥത്തിൽ എല്ലാം തെളിയുന്നത് അവിടെ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടാക്കിയതായ വീഞ്ഞ് ലഹരി അല്പം പോലും ഇല്ലാത്തതായ വീഞ്ഞാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയട്ടെ, ആമോസിന്റെ പ്രവചനം 9:13-14, യെശയ്യാവ് 25:6-8 എന്നിതാദി പ്രവചനങ്ങളിൽ മശിയുടെ ആഗമനത്തിൽ വീഞ്ഞ് സമൃദ്ധിയായി, ലഹരി അല്പം പോലും ഇല്ലാത്ത മുന്തിരിച്ചാർ സമൃദ്ധിയായി ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. പ്രിയ സ്നേഹിതരെ, അതാണ് അടയാളങ്ങളുടെ ആരംഭമായി കണ്ടത്. മശിയ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ചുവോ, അത് അപ്രകാരം തന്നെ അവിടെ സംഭവിക്കുകയാണ് ചെയ്തത്. അവസാനമായി പറയട്ടെ, ഇവര് പറയുന്നത് യേശുവിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? പ്രിയ സ്നേഹിതരെ, ഇവർ ബൈബിൾ വായിച്ചിട്ടാണോ ബൈബിളിനെ വിമർശിക്കുന്നത് എന്ന് ഞാൻ സംശയിക്കുകയാണ്. യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളോട് പഠിപ്പിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ യേശു പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം അരുളുമെന്നാണ്. ഉത്തരം യേശു ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നത്. മാത്രമല്ല, ഈ ലോകത്തിലായിരിക്കുമ്പോൾ യേശു ക്രിസ്തു ആരാധന സ്വീകരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അവനെ ആരാധിക്കുന്നത്. മത്തായി സുവിശേഷം 14:33, 28:29, 28:17, ലൂക്കോസിന്റെ സുവിശേഷം 24:59-52 ശിഷ്യന്മാരുടെ ആരാധന സ്വീകരിച്ചതായ കർത്താവായ യേശു ക്രിസ്തു. മത്തായി സുവിശേഷം 2:2, മത്തായി സുവിശേഷം 2:11 വിദ്വാൻമാരുടെ ആരാധന സ്വീകരിച്ചതായ കർത്താവായ യേശു ക്രിസ്തു. മത്തായി സുവിശേഷം 8:2
9:18, 15:25, 20:20, യോഹന്നാന്റെ സുവിശേഷം 9:38. സമൂഹത്തിലെ സകലവിധ നാനാ വ്യത്യസ്ത വഴികളിലുള്ളവരുടെയും ആരാധന സ്വീകരിച്ചതായ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് സ്വർഗത്തിലെ എബ്രായ ലേഖനത്തിൽ 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നത്, സ്വർഗത്തിലെ ദൂതന്മാരും ആരാധിക്കുന്ന യേശു ക്രിസ്തു പിതാവ് കൽപ്പിച്ചതായ ഇവനെ ആരാധിപ്പീൻ എന്ന് പിതാവ് കൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, ഇസ്ലാമിനെ പറ്റി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. വീഞ്ഞിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളുണ്ട്, ഹസ്രത്ത് മുഹമ്മദിന്റെ യുദ്ധത്തിന്റെ കാര്യത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. ഇതെല്ലാം കുറിച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. സമയപരിധി മൂലം ഞാൻ നിർത്തുകയാണ്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കാലത്ത് ഇന്ന് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ മുട്ടുകുത്തുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം 9 മുതൽ 11 വരെ പറയുന്നത്, അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വലോകരുടെയും ഭൂലോകരുടെയും അതോ ലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയേണ്ടതായ ഒരു നാൾ വരിക തന്നെ ചെയ്യും. പ്രിയ സ്നേഹിതരെ, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, ഇന്ന് ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി വീണ് നമസ്കരിച്ച അവനെ ആരാധിപ്പീൻ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. മരണത്തെ തോൽപ്പിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷിപ്പാൻ യോഗ്യൻ. ഉലക മഹാന്മാർ ഒരുപോലെ ഹസ്രത്ത് മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ മരിച്ചടക്കപ്പെട്ട് കല്ലറകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ കല്ലറയെ തകർത്തുകൊണ്ട് മരണത്തെ കീഴടക്കിക്കൊണ്ട് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു. മറ്റൊരുത്തനും രക്ഷയില്ല. അവനെ കൈക്കൊണ്ട അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. പ്രിയ മുസ്ലിം സ്നേഹിതരെ, ഇന്നാകുന്നു നിങ്ങളുടെ രക്ഷാദിവസം. ഇന്നാകുന്നു നിങ്ങളുടെ രക്ഷാദിവസം. ഈ വചനത്തെ കേട്ടിട്ട് നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കിയാൽ നിങ്ങൾ നിത്യജീവനെ കൊണ്ടാണ് കളിക്കുന്നത്. അരുത് പ്രിയ സ്നേഹിതരെ, അരുത്. നിങ്ങൾക്കൊരിക്കലും അത് വന്നു ഭവിക്കരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിലേക്കുള്ള ഒരു വ്യക്തിബന്ധത്തിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.